ചോദിച്ചാ വേണ്ടാന്ന് പറയാ. ഇവനാര്? ഊണ് മാഷ. എനിക്കിനി ചോറ് വേണ്ട. അതെന്താടാ നിനക്ക് ചോറ് വേണ്ടാത്തെ? നീ ഉണ്ണടാ. മര്യാദക്ക് നീ ചോറ് തിന്നിട്ട് കല്യാണക്കുറി കാണിച്ചിട്ട് ഞാൻ വിടുള്ള പന്നി. ഈ അമ്മ ഇങ്ങനെ വില കയറിപ്പോ നമ്മൾ എന്റെ വല്യമ്മവും കുടിക്കുമല്ലോ. മൂപ്പര് പറയുന്നത് പുരുഷത്വത്തിന്റെ ലക്ഷണമാണ് കുടിയുന്ന. ഒരു ഗ്ലാസ് ബ്രാൻഡി വേണമായിരുന്നു. ഒരു ഗ്ലാസ് നിറച്ചോ? ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ. ഡബിൾ ലാർജ്. ഓക്കെ, പെട്ടെന്ന് വേണം കേട്ടോ. സോഡ വേണ്ടേ? വേണോ സാറേ? കൂമ്പ് കരിഞ്ഞു പോകും. ജോസേ, ദിനേശ, താൻ ഇവിടെ? എന്തൊരു മായാജാലം! കള്ള, കുടിയില്ല, വലിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതെ, എന്റെ ഭാര്യക്ക് മദ്യപിക്കുന്നവരോട് ഭയങ്കര ബഹുമാന. അപ്പൊ നമ്മളും വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ. അത് കൊള്ളാമല്ലോ. അപ്പൊ തന്റെ ഭാര്യ വളരെ മോഡേൺ ഔട്ട്ലുക്കുള്ള പാർട്ടിയാണല്ലോ. എനിക്ക് സന്തോഷായി. ഇനി എല്ലാ ദിവസവും നമുക്ക് ഒരുമിച്ചിരുന്ന് കുടിക്കാലോ. അപ്പൊ എന്ന് മുതലായി പരിപാടി തുടങ്ങിയത്? ഇപ്പൊ ഉദ്ഘാടനം കഴിഞ്ഞേ ഉള്ളൂ. കുടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടല്ലേ? അത് തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. സാരില്ല, ഞാൻ ശരിയാക്കി തരാം. ഇന്ന് നമ്മൾ കലക്കുന്നു. ഇന്ന് ഉദ്ഘാടനമായതുകൊണ്ട് എല്ലാം എന്റെ വക. അത് വേണോ? പിന്നെ വേണം. ജോസേ, ഒരു ഫുള്ള് ഇങ്ങോട്ട് പോരട്ടെ. താൻ ഭാഗ്യവാനാണോ ദിനേശ? കുടിച്ച് എന്നാൽ ഭാര്യയെ പേടിക്കണ്ടെന്ന് മാത്രമല്ല, ബഹുമാനവും നേടാം. യു ആർ വെരി റിയലി ലക്കി മാൻ. താങ്ക് യു വെരി മച്ച് സർ. നോ മെൻഷൻ. താങ്ക് യു. സ്ത്രീകൾ എന്നെ ഇഷ്ടപ്പെടില്ലേ സാർ? പിന്നെ ഞാൻ സുന്ദരനല്ലേ സാർ? സാറ് പറയണം. ദിനേശ, ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സുന്ദരൻ നീയാണോ ദിനേശ? ആണോ? നീ വാ, വാട കുട്ടി. ഞാനാണോ? എനിക്ക് സാറിന്റെ സ്നേഹമാണ്. ആ ഡോക്ടർ എന്താ സാർ മറുപടി തന്നിട്ടില്ല? പോട്ടെ, അയാളോട് പോവാൻ പറ ദിനേശ. ഞാനില്ലേ ഇവിടെ? സാറാണ് ലോകത്തിലെ ഏറ്റവും വലിയ എന്റെ രക്ഷ. അങ്ങനെ പറയല്ലേ കുട്ടി. എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല സാർ. നിന്റെ ദുഃഖം മാറിയില്ലേ ഇപ്പോഴും? നേരെ നേരെ നടക്ക് ദിനേശ. നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? പിടി കൊടുക്കരുത്, നേരെ നടക്ക്. ആ, ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. സ്റ്റെപ്പ് എനിക്ക് പ്രശ്നമാണ്. സ്റ്റെപ്പ് ഉണ്ട്. പതുക്കെ പതുക്കെ. ശബ്ദം ഉണ്ടാകും, ശബ്ദം ഉണ്ടാകും. ദിനേശ. എന്താ സാറേ? നിന്നെയല്ലടാ, വാല് തുറക്കാൻ. മര്യാദക്ക് വാല് തുറക്കാൻ. ചവിട്ടി പൊളിച്ചേക്ക് സാറേ. ചവിട്ടി പൊളിക്കട്ടെ? അയ്യോ,
അമ്മ തലക്കുളം സാർ എന്റെ ദൈവമാണ് അമ്മ. അമ്മയും ശോഭയും അദ്ദേഹത്തിന്റെ കാലിൽ വീണ് നമസ്കരിക്ക്. വേണ്ട ദിനേശ, നിർബന്ധിക്കണ്ട. അവരായിട്ട് വന്ന് വീഴട്ടെ. എട്ടും മുട്ടും തിരിയാത്ത എന്റെ മോനെ കൊണ്ടുപോയി താൻ കുടിപ്പിച്ചു അല്ലേ? ഇറങ്ങി പോടോ. കുടിപ്പിച്ചു, ഇനിയും കുടിപ്പിക്കും. അവന്റെ ദുഃഖം മറക്കാൻ ഞാൻ അവന് ഇത്തിരി മദ്യം കുടിപ്പിച്ചു. പെങ്ങളെ, അവനിനി രാത്രി ദുഃഖം വരികയാണെങ്കിൽ ഇത് കുറേശ്ശെ ഗ്ലാസ്സിൽ ഒഴിച്ചോളൂ. തോൻ തൊലഞ്ഞു പൊട്ടി. ഇറങ്ങി പോടോ. ഇനി പടി കിടക്കരുത്. ദിനേശ, ഗുഡ് നൈറ്റ്. വത്സ കണ്ണാട്ടിലൂടെ മഹച്ചീപ്പായിരിക്കുന്നു. മുതലാളി വിളിച്ചോ? പിന്നെ പാസഞ്ചേഴ്സിന് പ്രോബ്ലംസ് ഒന്നും ഇല്ലല്ലോ? അയ്യോ, ഒരു പ്രോബ്ലം ഇല്ല, എല്ലാരും വളരെ ഹാപ്പിയാണ്. ഞാൻ ഇച്ചിരി ബിസിയാണ്. ആയിക്കോട്ടെ. ഇവിടെ ടിക്കറ്റ് എടുത്ത് ആരെങ്കിലും ഒന്ന് എഴുന്നേറ്റ് ഒരു സീറ്റ് ഒന്ന് കൊടുക്കണേ. ഇദ്ദേഹം ബസിന്റെ മുതലാളിയാണ്. ആരെങ്കിലും ഒന്ന് എഴുന്നേറ്റ് അശാനെ ഒന്ന് എഴുന്നേറ്റ് ഒരു സീറ്റ് പ്ലീസ്. വേണ്ട വേണ്ട, ആരും എണീക്കരുത്. പാസഞ്ചേഴ്സ് ഒറ്റ ആളും എണീക്കരുത് പ്ലീസ്. ആരും എണീക്കരുത്. നീ എന്താ പപ്പ ഈ കാണിക്കുന്നത്? പാസഞ്ചേഴ്സിന്റെ സംതൃപ്തിയാണ് ഓണറായ എന്റെ സംതൃപ്തി. എന്റെ പാസഞ്ചേഴ്സിന് ഒരു തരത്തിലുള്ള യാതൊരു അസൗകര്യം ഉണ്ടാകാൻ പാടില്ല. പാസഞ്ചേഴ്സിന് ഒരു തരത്തിലുള്ള അസൗകര്യവും ഉണ്ടാവാൻ പാടില്ല. ഓണർ ഒരു പുതിയ ടയർ ഒന്നും വാങ്ങിട്ടൂടെ? വത്സ, ഹലോ, ഒന്നറിയണേ. സ്റ്റെപ്പിന് വരണം, കുറച്ച് ടൈം എടുക്കും. വീലിന്റെ കാറ്റ് പോയി. അയ്യേ, എന്താ വത്സ ഇത്? പുതിയ ഒരു ടയർ വാങ്ങിക്കാൻ പാടില്ലേ? പണം എന്നോട് ചോദിച്ചാ പോരായിരുന്നോ? മുതലാളി, ഞാനിപ്പോ ടയറിന്റെ പഞ്ചറിന്റെ അതെ, ഞങ്ങളുടെ കാശ് കിടത്തി. ഇപ്പൊ 5 മിനിറ്റ് 5 നിങ്ങൾ 50 മിനിറ്റ് എടുത്തോ. ഞങ്ങളുടെ കാശ് ഇത് ഏത് കുപ്പത്തൊട്ടിന്ന് പൊക്കിക്കൊണ്ടുവന്ന വണ്ടിയാണോ ആവോ? ഓടുമ്പോ കമ്പക്കെട്ടിന് തീ കൊടുത്ത പോലുള്ള ഒച്ചയും ബഹളവും. ഇതുപോലത്തെ തല്ലിപ്പൊളി വണ്ടിയൊക്കെ കത്തിച്ചു കളയാ വേണ്ടത്. ഏത് ദരിദ്രവാസിയാണാവോ ഇതിന്റെ മുതലാളി? പപ്പാ, ഒരു ഓട്ടം ഓടിക്ക്. ഗ്രിപ്പ് കിട്ടണേ. ആഹാ, ഇതിനകത്ത് ചെരവയായിരുന്നോ? മുതുമുത്തച്ഛന്മാരായിട്ട് ഉപയോഗിച്ചിരുന്ന ചെരവയാ. ഞങ്ങൾ ഇതിനെ തുടങ്ങാറുള്ളൂ. വിഘ്നേശ്വര, ഇന്നാ പൂഞ്ഞിക്കര. ആ, കൊള്ളാം. അല്ലെങ്കിലും ഗുരുഭക്തി നല്ലതാ. ഗുരുഭക്തി ഒന്നുമല്ല, ഗണപതിക്ക് കൊടുത്തിട്ടുണ്ടല്ലോ തുടങ്ങാൻ. തടസ്സങ്ങളില്ലാണ്ട് പോണല്ലോ. തടസ്സങ്ങളില്ലാണ്ട് തന്നെ പോണത്. 2 ദിവസമായിട്ട് ലൂസ് മോഷനാ. എന്നേ ചിരട്ട കൂടി വിഴുങ്ങിക്കോളൂ, അറിഞ്ഞോളും. അവിടെ വീൽ ചെയറിൽ ഒരു സാധനത്തിനെ കൊണ്ടിരുത്തിയിട്ടില്ലേ, അതിന് കൊണ്ട് കൊടുക്ക്. ഒന്നും മിണ്ടാതിരിക്കോ, എന്റെ കോൺസെൻട്രേഷൻ പോണു. ദേ, ആയുധം വെച്ചിട്ടുള്ള കളിയാ, അറിയോ? ആയുധം വെച്ച് കളിക്കാൻ ഇയാൾ ആരോ മത്സരം. നമസ്കാരം. സാർ മാല. രാമൻകുട്ടി, ഈ മാല ഒന്ന് എവിടെ മോനെ ഇത്? ആ, ഈ ആളുകളൊക്കെ വിളിച്ചിട്ട് വന്നാണോ? ദൈവത്തിന് മാത്രം അറിയാം. ഈ പിള്ളേരൊരു കാര്യം. താൻ എന്തേ കാണിച്ചേ? ഒരാടെ മുറിയിലേക്ക് കടന്നു വരുന്നത് ഇങ്ങനെയാ? അറ്റ്ലീസ്റ്റ് ഒന്ന് മുട്ടണ്ടേ? ഞാൻ വന്ന് മുട്ടില്ലോ. കുട്ടി ഇരിക്കൂ. എനിക്കടോ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയുടെ മുറിയിലേക്ക് ഒരു അന്യ പുരുഷൻ, അതും അനുവാദം കൂടാതെ കിടന്നു വരുമ്പോൾ ഇങ്ങനെ സംസ്കാരമില്ലാതെ പെരുമാറാൻ കുട്ടി ആരെ പഠിപ്പിച്ചത്? തനിക്കിത് എന്തിന്റെ കേടാ? എനിക്കൊരു കേടുമില്ല. കുട്ടിക്ക് എന്തെങ്കിലും കേട് പറ്റിയോ? താനെന്തിനെ ചൂടാവണേ? താൻ അവിടെ വെച്ച് എന്നെ ആദ്യം ഇടിച്ച്, അപ്പൊ ഞാൻ ഇവിടെ നിന്ന് തന്നെ ഇടിച്ച്. ഇപ്പൊ നമ്മൾ തമ്മിലുള്ള പ്രശ്നം തീർന്നില്ലേ? ഇല്ല, പ്രശ്നം തീർന്നില്ല. ഇനി എന്താ പ്രശ്നം? മാല 2 പുതിയത് വാങ്ങണം. ഓ, അത് ശരിയാ. ഒരു ചെക്കനും പെണ്ണുപയോഗിച്ച മാല വേറൊരു ചെക്കനും പെണ്ണുപയോഗിക്കാൻ പാടില്ല. എന്തോന്ന്? അല്ല, വേറൊരു പുതിയ മാല വാങ്ങിക്കണമെന്ന് പറഞ്ഞതാ. ആ, എന്നാ ദഹനക്കാരൻ ചെല്ല്. ആരാ? ദഹനക്കാരൻ. അറിയാണ്ടൊരു മാല ഇട്ടപ്പോ ഇങ്ങനെ. അപ്പൊ ഞാൻ ശരിക്കും ഒരു മാല ഇട്ടിരുന്നെങ്കി എന്റെ അമ്മോ.
അങ്കിൾ രണ്ടുപേരും അങ്കിളിനെ കാണാൻ വന്നിരിക്കുന്നു. ആരാ? ആരെന്നറിയില്ല. ബസിന്റെ പാസിനായിരിക്കും. മരെ കൊണ്ട് തോറ്റു. ആരാ? ഗൾഫ് മോട്ടോഴ്സിന്റെ ഓണർ അല്ലേ? അതെ. പാസിന്റെ കാര്യത്തിനാണെങ്കിൽ ഓഫീസിൽ വരണം. പാസോ? പാസിന് വേണ്ടി ഓണർമാരെ ഞങ്ങൾ ഇന്ന് കാണാറില്ല. ഓണർമാരെ ഞങ്ങൾ അന്വേഷിക്കാറുള്ളൂ. ഒന്ന് ഇറങ്ങി വരണം മിസ്റ്റർ. ഇറങ്ങി വരാനോ? ഓഹോ. ഇങ്ങോട്ട് വരണം. ഗൾഫിലായിരുന്നല്ലേ? അതെ. ആ, അതുകൊണ്ട് ചിലപ്പോ പ്രഭാകരൻ സാറിനെ പറ്റി കേട്ട് കാണില്ല. KBTUവിന്റെ താലൂക്ക് സെക്രട്ടറി. KBTU എന്ന് വെച്ചാ കേരള ബസ് തൊഴിലാളി യൂണിയൻ. ഓ. ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ വന്നപ്പോഴാണ് വിവരം അറിഞ്ഞത്. മൂരാച്ചികളുടെയും ബൂർഷ്വാസികളുടെയും നാട്ടിൽ നിന്ന് വന്ന ആളായതുകൊണ്ട് ധിക്കാരം അല്പം കൂടുതലായിരിക്കും എന്നറിയാം. പക്ഷേ രാഷ്ട്രീയ പ്രബുദ്ധിയുള്ള തൊഴിലാളികളുടെ നാട്ടിൽ കൂടി ബസ് ഓടിക്കുമ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. എന്താ ഇപ്പൊ പ്രശ്നം? ഇന്നത്തെ തൊഴിലാളി ആത്മാഭിമാനമുള്ളവനാണ്. അടിച്ചമർത്താൻ ശ്രമിച്ചാൽ കൂടുതൽ ശക്തിയോടെ അവൻ ഉയർത്തെഴുന്നേൽക്കും. ഇതൊക്കെ എന്നോട് പറയുന്നത് എന്തിനാ? നിങ്ങളുടെ ഡ്രൈവർ ചാത്തുട്ടി അത്തരത്തിലൊരു തൊഴിലാളിയാണ്. അയാളെ നിങ്ങൾ കണ്ണുപൊട്ടനെന്ന് വിളിച്ചു. ഇനി വല്ല അപകടം ഉണ്ടായാൽ അയാളെ കുന്നുകളെയും നിങ്ങൾ ഭീഷണിപ്പെടുത്തി. ആരാ നിങ്ങൾ? യമധർമ്മനോ? റോഡിൽ ഓടുന്ന വണ്ടി ചിലപ്പോൾ മറിയും, ചിലപ്പോൾ ഇടിക്കും എന്ന് വെച്ചൊരു തൊഴിലാളി അവമാനിക്കാൻ ആരാ നിങ്ങൾക്ക് ലൈസൻസ് തന്നത്? അത് ശരി. അപ്പൊ ഞാൻ പെട്ടിക്കടക്കാരന് കൊടുത്ത 8000 രൂപയോ? നിർത്താം ഹേ നിങ്ങളുടെ രൂപ. എല്ലാ ബൂർഷ്വാസിയും അവന്റെ രൂപം കൊണ്ടാണ് മനുഷ്യത്വത്തെ അളക്കുന്നത്. ഇനി ഇങ്ങനെ വല്ല സംഭവം ഉണ്ടായാൽ തൊഴിലാളി ആരാണെന്ന് നിങ്ങൾ അറിയും. അത്ര ഞാനിപ്പോ പറയുന്നുള്ളൂ. ആരാ നീ ഇപ്പൊ അവമാനിച്ചത്? എന്താ എനിക്ക് എന്റെ ആവശ്യം? നേതാക്കന്മാരെ വെറുപ്പിച്ച് അവന് ബസ്സോടില്ല. മന്ത്രിമാര് പോലും പേടിക്കുന്ന തൊഴിലാളി നേതാവാ പ്രഭാകരൻ. ചേട്ടൻ എന്തറിഞ്ഞിട്ടായി പറയുന്നത്? ബസ് കയറ്റി കട പൊളിച്ചതിന് 8000 രൂപ കൊടുത്തത് ഞാനാ. അതിന് ഞാൻ ആ ഡ്രൈവറെ ഒന്ന് ദേഷ്യപ്പെട്ടു പോയി. അതാ കുഴപ്പം. തൊഴിലാളികളുടെ കാല് പിടിച്ചിട്ടാണ് ഞാൻ ഹോട്ടൽ നടത്തുന്നത്. നമുക്ക് ദേഷ്യം വരരുത്. അഥവാ ദേഷ്യം വന്നാൽ തന്നെ അത് പ്രകടിപ്പിക്കരുത്. മനസ്സിൽ എത്ര ദേഷ്യം ഉണ്ടെങ്കിലും ചിരിച്ച മുഖത്തോടു കൂടി വേണം ഇപ്പോഴത്തെ തൊഴിലാളിയോട് സംസാരിക്കാൻ. മനസ്സിലായോ? ചാത്തുക്കുട്ടി ചേട്ടാ നമസ്കാരം. പിന്നെ എന്തൊക്കെയുണ്ട് ചാത്തുക്കുട്ടി ചേട്ടാ പേപ്പറിലെ വിശേഷങ്ങള്? ചാത്തുക്കുട്ടി ചേട്ടൻ രാവിലെ എന്ത് കഴിച്ചു? ഇത്രയും ദിവസമായിട്ട് ചാത്തുക്കുട്ടി ചേട്ടന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്ന് ഞാൻ അന്വേഷിച്ചിട്ടില്ല. പിന്നെ ആരൊക്കെ ഉണ്ട്? എത്ര കുട്ടികളുണ്ട്? എന്താ കുട്ടികളെയൊക്കെ കൊണ്ടുവരാത്തത്? അവര് ബസ്സിൽ കയറി ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഞ്ചരിക്കട്ടെ. ഹംസ, വത്സ, എന്തൊക്കെയുണ്ട്? പിന്നെ നിങ്ങളുടെ ഊണ്, കാപ്പി, ചായ ഇതിനെ കുറിച്ചൊന്നും ഞാൻ ഇതുവരെ അന്വേഷിച്ചിട്ടില്ല. സമയമില്ലാത്തതുകൊണ്ടാണ് വേറൊന്നും വിചാരിക്കരുത്. ഞാനൊരു കാര്യം ചെയ്യാം. നാളെ മുതൽ നല്ല മനോഹരമായ ഊണ് ഒരു കാരിയറിലാക്കി കൊണ്ടുവരാം. നിങ്ങളുടെ എന്ത് പ്രശ്നവും പ്രോബ്ലംസും എന്നോട് സംസാരിക്കാം. ഏത് കാര്യവും സ്വതന്ത്രമായിട്ട് ഡിസ്കസ് ചെയ്യാം. നിങ്ങളെ ദയവ് തന്നെ ഒരു മുതലാളിയായിട്ട് കാണരുത്. അയ്യോ, അത് പറ്റില്ല. മുതലാളി ഞങ്ങളുടെ ദൈവമല്ലേ. എന്റെ അച്ഛൻ ചോദിച്ചു മുതലാളിയുടെ ഒരു ഫോട്ടോ എന്തിനാ വീട്ടിൽ തൂക്കാൻ. അയ്യോ, നമ്മളൊക്കെ ഒന്ന് മനസ്സിലാക്കണം. അതായത് ഈ സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ എന്ന് ആരാ പറഞ്ഞത്? ആരാ പറഞ്ഞത്? ആരോ പറഞ്ഞിട്ടുണ്ട്. തമ്പ്രാൻ ചേട്ടാ, അവന്റെ മുഖത്തോട്ട് കയറിയിരിക്കേ. എനിക്ക് അവന്റെ മോന്ത കണ്ടിട്ട് രണ്ടിന്റെ
ശബ്ദമൊന്നും ഇല്ലല്ലോ. ചത്ത രണ്ടും ഇറങ്ങാൻ റെഡി ആയിക്കോ. ചേട്ടോ ഒരു ഡബിൾ സ്ട്രോങ് ചായ എടുത്തേ. തമ്പ്രാൻ കുഞ്ഞില്ലേ? ഉണ്ട്. അവിടെ ചായ ഒന്നും വേണ്ട, പിരി. വഴിന്ന് 2 ഉപദ്രവങ്ങൾ വലിഞ്ഞു കയറിയിട്ടുണ്ട്. ഇവിടെ ഇറക്കി വിടാൻ പോവാ. വെളുക്കുന്നിടം വരെ ഈ കടയുടെ ഒതുക്കിൽ അങ്ങനെ ഇരുന്നോട്ടെ. കിഴക്കുന്നവർ ആദ്യത്തെ വണ്ടിക്ക് പോയിക്കോളും. ഇറങ്ങിറങ്ങ. മനുഷ്യനായ കുറച്ച് മാന്യതയൊക്കെ വേണം. എട്ടും പൊട്ടും തിരിയാത്ത ഒരു പെണ്ണിനെയും കള്ളു കുടിച്ച് ബോധമില്ലാത്ത കിളവനെയും നട്ടപ്പാതിലാക്കി നടുലോട് ഇറക്കി വിടുക എന്ന് പറഞ്ഞാൽ അപ്പൊ അവരെ കാണിച്ച പോക്കത്തിലോ? കള്ളു കുടിച്ച് ബോധമില്ലാതെ അയാൾ വല്ലതും വിളിച്ചു പറഞ്ഞു എന്ന് വെച്ച് ആ പാവം പെണ്ണെന്ത്? അയ്യോ, അവള് പാവമൊന്നുമല്ല, അവളെ കഴുത്തിന് വെട്ടി നാക്കാ. ആളാ മുട്ടിയ ചേരെ കടിക്കും. നിവൃത്തികേട് കൊണ്ട് അവള് വല്ലതും പറഞ്ഞു എന്ന് വെച്ച് അത് ക്ഷമിക്കാനുള്ള വിവരം നിനക്കില്ലേ? ഇല്ല, എന്ത് പറഞ്ഞാലും ശരി. നീ ഒന്നും പറയണ്ട. ഇട നിന്റെ പെങ്ങൾ ചിന്നൂനാണ് ഇങ്ങനൊരു ചുറ്റുപാട് വന്നതെന്ന് വിചാരിക്കുക. നീ സഹിക്കോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇനി അവരെ കൊണ്ട് ശല്യമൊന്നും ഉണ്ടാകാൻ പോണില്ല. വെളുത്ത് കഴിയുമ്പോൾ നമ്മൾ മീനാക്ഷിപുരത്ത് എത്തും. അതുവരെ ആ കിളവ ഞരങ്ങോ പോളോട്ട് ചെയ്താൽ നീ അതൊക്കെ തൂക്കാനൊന്നും പോണ്ട. എന്താ പോയി ചാടിച്ചിട്ടോ? ചെല്ലേ പോ പോ പോ. പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? ബണ്ണ് വേണോ? ബണ്ണ് ബണ്ണ് ബണ്ണ്. എനിക്കൊന്നും വേണ്ട, ഉറക്കം വരുന്നു. വണ്ടി നീങ്ങിട്ട് കിടന്നോളൂ. ആരൊക്കെ ഉണ്ടായിട്ട് എന്താ ഇത്തിരി വെള്ളം ഒഴിക്കാനും വളവിടാനും ഞാൻ തന്നെ വേണം. വേറെ പണിയൊന്നുമില്ലല്ലോ, ചെയ്തൂടെ? എന്താ? അല്ല, അനസൂയോട് പറഞ്ഞപ്പോഴേ അവള് ചെയ്യൂലേന്ന്. നിനക്ക് സൂപ്പ് ഉണ്ടാക്കാനും കാടമുട്ട വാട്ടാനോ അല്ലാതെ അവക്കവിടെ സമയം. ഇതെപ്പ പോയതാ അമ്മേ? ഇത്രമാത്രം ഈശ്വരനോട് എന്താ പറയാനാ? നിന്റെ കാര്യം തന്നെ. വാ. അല്ല, ഇത് ആരൊക്കെയാ? വരണം വരണം. ഇങ്ങോട്ട് വിളിക്കണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് കൊറേയായി. ഇന്ന് ഒഴിവല്ലേ? അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോ കയ്യോടെ കൂട്ടിക്കൊണ്ട് പോന്നു. അനന്തം ഓട്ടോ ഇപ്പൊ വീട്ടിൽ തന്നെ ആക്കി. ഞാൻ വീട്ടിലോടും റോട്ടിലോടും. അല്ല, ഇപ്പൊ അതുവഴി കാണാറില്ല. ഞാനിപ്പോ വേറെ റൂട്ടിലാണ് ഓടുന്നത്. കുറെ ദിവസം ഒരേ റൂട്ടിൽ ഓടുമ്പോ എനിക്ക് ബോറടിക്കും. അപ്പൊ ഞാൻ റൂട്ട് മാറ്റും. ഓടാൻ തുടങ്ങിയ കാലം മുതലുള്ള ശീലമാണ്. കേബിൾ ഓഫീസിൽ വരാറില്ലെന്ന് കേട്ടു. ഞങ്ങൾ അവിടെ താമസാക്കിയോണ്ടാണോ എന്ന് ചോദിച്ചാ അവിടെ രായപ്പനും മരത്തപ്പനും ഒക്കെ ഉണ്ടല്ലോ. ഇതെന്താ റബ്ബർ ബന്ധ പോലെ ഇങ്ങനെ ചാടണേ? സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്ത് തമ്പിയണ്ണ. അടങ്ങിയിരിക്കില്ലേ? ആരോട് എന്താ പറയേണ്ടെന്ന് ഒരു രൂപമില്ല. കെട്ടിവെച്ചോണ്ടോന്ന് കാന്താരി പറഞ്ഞു കേട്ടില്ലേ? മറുപടി എനിക്ക് പറയാൻ അറിയാഞ്ഞിട്ടില്ല. അമ്മ പറഞ്ഞു വിടുന്നോ? ഞാൻ പറഞ്ഞു വിടണോ? എന്താ അനന്തം പറയണേ? കാവേരി പറഞ്ഞ ഇഷ്ടായില്ലെന്ന് തോന്നുന്നു. ഏയ്, അതൊന്നുമല്ല. വന്ന കാലേ നിർത്താതെ അകത്ത് വിളിച്ച് ചായ കൊടുക്കാൻ പറയാ. പറഞ്ഞോളൂ, അത് ശരിയാണല്ലോ. ചെല്ലുമോളെ. ചെല്ലട്ടെ. ഞാനാടാ? നീ എന്താ അവരോട് പറഞ്ഞേ? ഓടിത്തുടങ്ങിയ കാലം മുതൽ റൂട്ട് മാറ്റി മാറ്റി ഓടി ശീലമുണ്ടെന്നല്ലേ? അവനവനെ കുറിച്ചൊരു വിശ്വാസക്കുറവുണ്ടല്ലേ? ആത്മവിശ്വാസക്കുറവ്. എന്തേ? അതുവഴി ഓടാൻ ഏത് റൂട്ടിലോടാൻ എനിക്ക് ആത്മവിശ്വാസക്കുറവ്. ഒടിയനോട് വേണോടാ മായങ്കളി. ആ വഴി ഓടുകയോ കേബിൾ ഓഫീസിൽ പോയി ഇരിക്കുകയോ ചെയ്താൽ ആ പെങ്കൊച്ചിനെ കണ്ട് കണ്ട് മനസ്സിളകിയാലോ എന്ന് പേടിച്ചല്ലേ നീ ആ വഴി പോവാത്തത്? ഏത് പെങ്കൊച്ച്? ഗംഗ.
അതിന് അനന്തൻ തമ്പി രണ്ടാമത് ജനിക്കണം. ആ അതിന് നടക്കുമെന്ന് തോന്നുന്നില്ല, ഞങ്ങക്ക് വയസ്സായി പോയി. ചിരിച്ചോ ചിരിച്ചോ, ഇത് അസൂയയുടെ ചിരിയാണ്, അസൂയയുടെ ചിരി. അസൂയ എനിക്കോ? എന്തിന്? ഞാനൊരു സാഹസികനായ ബ്രഹ്മചാരിയായിട്ട് ഒരു ഫ്രീ ബേർഡ് ആയിട്ട് ഇങ്ങനെ നടക്കുന്നതിൽ അച്ഛനുണ്ടായ അസൂയ. എന്നെ മസിൽ തൊള്ളേ. എടാ ഇങ്ങനെ മസിൽ ഉരുട്ടി ബ്രഹ്മചാരിയാണെന്നും പറഞ്ഞ് നടക്കുന്നത് നല്ല സാഹസികത. ഒരു കല്യാണമൊക്കെ കഴിച്ച് മക്കളെയും പോറ്റി കുടുംബസ്ഥനായി കഴിയുന്നതാണ് ഇക്കാലത്തെ ഏറ്റവും വലിയ സാഹസികത. അതിന് വെച്ച വെള്ളത്തില് നന്നായിട്ട് പുളിയില ഇട്ടിട്ട് ശേരൻ തമ്പി കുളിച്ചോ. മോനെ വഴിതെറ്റിക്കാൻ നടക്കുന്ന അച്ഛേ. ഇപ്പോഴത്തെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഒന്നും പറയാൻ പറ്റാത്തൊരു വലിയ കഴിഞ്ഞാലും ഇതിനൊക്കെ ഇടവപ്പാതി നമുക്ക് തുറന്നതല്ല. എന്തെങ്കിലും 2 മഴ കിട്ടിയില്ല എന്ന് വരട്ടെ, നമ്മുടെ കാര്യം ആകെ കശക. കഴിഞ്ഞ വർഷം തന്നെ ഇരട്ടിയാവും. ആ അങ്ങനെ തലകുളം സാറേ, ഞാൻ എവിടേക്കിടോ വരൂ. ആ ഡോക്ടർ എന്നെ ചതിച്ചു. സ്ത്രീകളുടെ മനഃശാസ്ത്രത്തെ പറ്റി കത്തയച്ചിട്ട് ഇതുവരെ ഒരു മറുപടിയും വന്നില്ല. എന്റെ മനസ്സ് കിടന്ന് പെടുകയാണ് സർ. ആദ്യ രാത്രിയിലേക്ക് കടക്കാൻ ഇനി ഇതാ ഏതാനും മണിക്കൂറുകൾ മാത്രം. ഈ രാത്രി പൊളിഞ്ഞാൽ എല്ലാം പൊളിഞ്ഞു. സാർ എന്നെ ഉപദേശിച്ചേ പറ്റൂ. പൊതുരംഗത്തിൽ ഞാൻ എഴുതാറുള്ള സുരഭി മോഹങ്ങൾ എന്ന നോവലൊന്ന് വായിച്ചോളൂ. ആദ്യ രാത്രി കലക്കാം. സർ, വായിച്ചു പഠിക്കാനൊന്നും ഇനി സമയമില്ല. ഒരു എഴുത്തുകാരൻ എന്ന് പറഞ്ഞാൽ മനുഷ്യ മനസ്സെടുത്ത് അമ്മാനമാടുന്നവൻ എന്നാണ് അർത്ഥം. എത്രയെത്ര സ്ത്രീ മനസ്സുകളെ ഞാൻ കീറി മുറിച്ചിരിക്കുന്നു. എന്റെ ഏതെങ്കിലും ഒരു സൃഷ്ടി തനിക്ക് വായിക്കായിരുന്നില്ലേ? അതൊക്കെ പിന്നെ വായിക്കാം. സാർ ഇത് പറ. പോട്ടെ, സാറിന്റെ ആദ്യ രാത്രി എങ്ങനെയായിരുന്നു? അത് ഒരുപാട് ടൈം എടുക്കും. പുതിയ ടൈപ്പിൽ പോരെ? പുതിയ ടൈപ്പ് എന്ന് വെച്ചാ? പുതിയ ടൈപ്പിൽ സംസാരം കുറയും, കൂടുതൽ ആക്ഷൻസ് ആയിരിക്കും. അത് പോരാ, സംസാരിച്ച് മയക്കാൻ പറ്റണം. ശരിയാക്കാം. ഞാൻ ചില ടെക്നിക്കുകൾ പറയാം. കിടമുറി എങ്ങനെയാ? പൂക്കളും മാലകളൊക്കെ ഉണ്ടല്ലോ. ഒന്നുമില്ല. അത് വേണം, പെട്ടെന്ന് അലങ്കരിക്കണം. എടോ, ഈ പൂവെന്ന് പറയുന്നത് പ്രേമത്തിന്റെ ഒരു സിമ്പിളാണ്. നീ ഒരു പൂവും കയ്യിലേന്തി ജനാല കമ്പികളിൽ പിടിച്ച് വിദൂരതയിലേക്ക് നോക്കി നിൽക്കണം. ജനലിലൂടെ വിദൂരത കിട്ടില്ല, അപ്പുറത്ത് മതിലാണ്. അപ്പൊ മതിലുമ നോക്കിയാ മതി. എന്തായാലും പുറത്തേക്ക് നോക്ക്. ഓ, കിടപ്പുമുറിയുടെ വാതിൽ ചാരിയിരിക്കണം, കുറ്റിയിടരുത്. അവൾ നമ്രമുഖിയായി വാതിൽ പാളികൾ തുറന്ന് ഒരു ഗ്ലാസ് പശുവും പാലുമായി മന്ദം മന്ദം കടന്നു വരും. നീ തിരിഞ്ഞു നോക്കാതെ പറയണം, വരൂ കുട്ടി, കടന്നു വരൂ. നമ്മുടെ നിർണായകമായ ആദ്യ രാത്രിയിലേക്ക് കടന്നു വരൂ. അവൾ വരും, പാൽ ഗ്ലാസ് നീട്ടും. ഗ്ലാസ് വാങ്ങുമ്പോൾ അവളുടെ വിരൽ തുമ്പുകളിൽ മൃദുവായിട്ടൊന്ന് സ്പർശിക്കണം. അത്ര പെട്ടെന്ന് സ്പർശനം വേണോ? അത്ര പെട്ടെന്ന് സ്പർശനം വേണ്ടി വരും. ഞാൻ പറയുന്നത് കേട്ടാ മതി. പാല് പാതി കുടിച്ച് അവൾക്ക് നീട്ടണം. അവൾ കുടിക്കട്ടെ. പിന്നെ ഗംഭീരമായിട്ടൊന്ന് പുകഴ്ത്തണം. ഈ സാരിയും ബ്ലൗസും കുട്ടിക്ക് എന്ത് നന്നായി ചേരുന്നു. കുട്ടി സുന്ദരി ആയതുകൊണ്ടാണ് ഇതിന്റെ നിറം ഇത്ര മനോഹരമായി തോന്നുന്നത്. പുകഴ്ത്തലിൽ വീഴാത്ത ഒരു സ്ത്രീയും ഇതുവരെ ഈ ലോകത്തിൽ ജനിച്ചിട്ടില്ല. അതുപോട്ടെ, നിനക്കൊരു പാട്ട് പാടാൻ പറ്റുമോ? പാടുകയും വരയ്ക്കുകയും ചെയ്യുന്ന ചില കോന്തന്മാരെ സ്ത്രീകൾ വല്ലാതെ കയറി അങ്ങ് പ്രേമിക്കും. എന്താ, പാടിക്കൂടെ? അത്യാവശ്യമാണെങ്കിൽ ആണ്. ഒരു സാമ്പിൾ നോക്കട്ടെ, പാട്. ഏതാ പാടണ്ടേ? ഏതെങ്കിലും ഒരെണ്ണം പാട്. ഒരു നല്ല പാട്ട് പാടല്ലേ? മറ്റൊരു സീതയെ കാട്ടിലെ കയക്കുന്നു ദുഷ്ടനാം ദൂർവിധി വീണ്ടും. ഇതാ ദുഷ്ടനാം ദൂർവിധി വീണ്ടും മറ്റൊരു സീത. നിർത്ത്. ആക്ഷനും അർത്ഥമൊക്കെ കൊള്ളാം, പക്ഷെ നീ പാടണ്ട. പാടുമെന്ന് പറഞ്ഞാ മതി. ചിത്രകാരനാണ്, കലാകാരനാണ് എന്നൊക്കെ തട്ടിയേക്ക്. പിന്നെ നീ നിന്റെ ഗുണഗണങ്ങളൊക്കെ പറ. പുകവലിക്കില്ല, മദ്യപിക്കില്ല, മതി, ഇത്രയും മതി. സക്സസ്. എനിക്കിതൊക്കെ ഒറ്റക്ക് പറയാൻ പറ്റുമോ? എനിക്കൊരു ധൈര്യം കിട്ടുന്നില്ല. എന്നാ പിന്നെ ഞാനും കൂടി വരാം. അച്ഛേ, ഞാൻ എപ്പോഴാ ഇറങ്ങണ്ടേ? മുത്തച്ഛൻ അവിടെ ഇരുന്നോ? രാമൻകുട്ടി എവിടെ? 12 പണിയൊക്കെ തീർന്നോ? ഇത്തിരി അലങ്കോലപ്പണി മാത്രം ബാക്കിയുണ്ട്. അലങ്കോലപ്പണിയോ?
അലങ്കാരപ്പണി എന്നാണ് അവൻ ഉദ്ദേശിച്ചത്. അവന്റെ വിദ്യാഭ്യാസ കുറവുണ്ടാവും അങ്ങനെ പറഞ്ഞു. അതുകൊണ്ടല്ല ഞാൻ കൊളോക്കിലായിട്ട് പറഞ്ഞതാ. കൊളാക്കി. വാ വാ വാ. അച്ചു എത്തിയോ? സദ്യ ഒക്കെ നമുക്ക് കേമാക്കണം കേട്ടോ. പിന്നെന്താ? അടുപ്പ് കൂട്ടലൊക്കെ ദേ ആ ഭാഗത്തായിക്കോട്ടെ. ശരി. ആ മെനോനെ എയർപോർട്ടിലേക്ക് വണ്ടി വിട്ടോ? വിട്ടോ? വിട്ടില്ലല്ലേ? വിടാം. എന്താ ഈ കാണിക്കണേ? വൈകി അങ്ങ് മാറിക്ക്. പൊങ്ങണില്ല ചേട്ടാ. പൊങ്ങണില്ല എന്നുള്ളത് ഇങ്ങനെ വിളിച്ചു പറയണ്ട. എല്ലാവരും കേട്ടാ എന്താ വിചാരിക്കുക? ജയ് ഹനുമാൻ, ജയ് ഹനുമാൻ. വെറുതെ അല്ല ഈ പണ്ടാറിന്റെ അകത്തിരിക്കും. എന്തോ ഞാൻ എന്താ പറഞ്ഞു? അതിന് തന്നാരും വിളിച്ചില്ല. വിളിച്ചു തന്നെയല്ലേ? താ കേൾക്കണത് എങ്ങനെയാ? ആവശ്യത്തെ കാര്യങ്ങൾ ഇടപെടുത്താ പറഞ്ഞു കൊടുക്കണം എന്നെ പറ്റി. പിന്നാമ്പറത്തിരുന്ന് ഉരുളി കയറ്റിയുണ്ടോ ചേട്ടാ? എന്നാലും വണ്ടി നിറക്കുമ്പോ എല്ലാം നോക്കിയേക്ക്. മുത്തശ്ശനെ കയറ്റിയുണ്ടോ? വണ്ടി നിറങ്ങാൻ വിളി തുടങ്ങിയിട്ടുണ്ട്. ചെല്. അൻപരുക്ക് അൻപനെ ആടുപട്ടയായി വാ 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 സൂക്ഷിച്ച് ഇൻപമൊഴിയിലേതവാ നീ വാ വാ വാ. എന്ത് തല്ലിപ്പിളി പാട്ട്. മുത്തച്ഛനോട് ഒരു കാര്യം പറഞ്ഞേക്കാം. കുരുത്തക്കേടൊന്നും ഒപ്പിക്കാതെ കലവറയുടെ അവിടെ എവിടെയെങ്കിലും അടങ്ങി അതെ കല്യാണ വീടാണ്. തൈക്കളവുമാരായ മുത്തച്ഛിമാര് കാണും. ലൈൻ എടുക്കാൻ നിൽക്കണം. അയ്യോ ഇതെന്താ പറ്റി? ഇതിനെവിടെ കൊണ്ടുപോവാ? സാമ്പാറിനിടാൻ കൊണ്ടുപോവാണ്. മുരിങ്ങാക്കോലിന് ബാൻഡേജ് പീഡിച്ചിട്ട്. മുരുകക്കോലൊക്കെ ഈ പരിവായോ? എന്താ ടയേർഡായാ? എന്നാ നീ എന്റെ പുറത്ത് കയറിക്കടാ. അപ്പൊ മുത്തച്ഛന് മുത്തച്ഛൻ നിന്റെ മുതുകത്തിലിരിക്കുന്നത്. അതിന്റെ വെയിറ്റ് എനിക്ക് വരില്ലല്ലോ. നീ കയറിക്കടാ. ഒന്ന് പോയേ. എങ്ങോട്ടാ? വിക്രമാദിത്യന് വേതാളം കൂടെ. എടാ നിന്നെ വേതാളെന്ന് വിളിക്കുന്നു. മിണ്ടാതിരി, ഞാൻ കൊണ്ടേ അടുപ്പിൽ വെക്കിട്ടോ. ഇവിടെ പ്രതിഷ്ഠിക്കൂ. കൊടയല്ലേ, പുരാവസ്തുവാ. ഒരു തൈ ഇരിപ്പുണ്ടല്ലോ. തൈയെങ്കി തൈ തൈപ്പൂയ കാവരിയാട്ടം തൈ. I am Padlal. Your sweet name please? ഭവാനി. ഭവാനി, ഒന്ന് മനസ്സ് വെച്ചാൽ ഈ കലവറ നമുക്കൊരു മണിയറയാക്കാം. പോയെ പോയെ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഭവാനി ആ കുലകൾക്കിടയിലേക്ക് വരുമോ? മൗനം സമ്മതം. ആരവിടെ പടക്കം പൊട്ടിച്ചത്? അവൻ ആ പെൺകുട്ടികൾ എന്തോ വൃത്തിയായിട്ട് കാണിച്ചാ. അയ്യോ ഞാനല്ല, ഈ മുത്തച്ഛന് ആ മസാല ദോശ എന്തോ ചെയ്തു. മസാല ദോശ? മദാലസ. മുത്തശ്ശന് എന്തിന്റെ കട? വയസ്സാം കാലത്ത് പെമ്പിളരെ കാണുമ്പോ എന്താ ഒരു ഇളക്കം? നിന്റെ മുത്തശ്ശിയിലൂടെ ഒരു വർഷത്തോടാ ഞാൻ ജീവിച്ചുള്ളൂ. ചിലപ്പോ അതിന്റെ എന്റെ മണിക്കുട്ട, നീ ഇങ്ങെത്തിയോ? എന്റെ ഉള്ളിൽ തീയായിരുന്നു. നാക്ക് വളച്ച നുണ പറയുന്ന ഈ കള്ളം പറയുന്നത് വല്ലതും വിശ്വസിക്കാൻ പറ്റുമോ? ഞാൻ എന്തോരം നേർച്ചയാ നേർന്നേ. ഞങ്ങളും ഒരു നേർച്ച നേർന്നേ പറ്റിയ അബദ്ധ എല്ലാം പറഞ്ഞേട്ടാ. അല്ല ഇതാരാ? ഇവളുടെ കാര്യം ഒന്നും എന്റെ അടുത്ത് ചോദിക്കണ്ട. പിടിച്ച് കയറ്റി എടുത്ത് ചോദിച്ചാൽ മതി. കാര്യങ്ങളൊക്കെ ശ്രീകൃഷ്ണൻ പറഞ്ഞു. മുഴുവനും പറഞ്ഞോ? ഞാൻ എല്ലാം പറഞ്ഞു. എന്നാ ഇപ്പൊ ഇവള് പറയുന്നതും കൂടെ കേട്ടോണ്ടാട്ടെ. പോകാനൊരിടമില്ല, അതുകൊണ്ട് എന്തെങ്കിലും വേല ചെയ്ത് ഇവിടെ നിന്നോളാന്ന്. ഇത് സത്രമാണല്ലോ, വരുന്നവരെയൊക്കെ കയറ്റി പൊറപ്പിക്കാൻ. വണ്ടി നിറക്കി വിടാൻ ഞാൻ പഠിച്ച പണി 18 നോക്കിയാ. അല്ല പോലെ കയറി പിടിച്ചിരിക്കുക. മോന്ത നോക്കി ഒറ്റ തൊഴി വെച്ച് കൊടുക്കാനാ തോന്നുന്നു. പാവം കുട്ടിയാ പെങ്ങളെ. നമുക്കിവിടെ എന്തെങ്കിലും ഒരു കുട്ടി കരയൊന്നും വേണ്ട, ഇവിടെ നിന്നോളൂ. എന്താ ഇതിന്റെ ജാതി? നമ്മുടെ ജാതി തന്നെ. അതും പറയാൻ ചേട്ടൻ അങ്ങനെ അറിയാം? ഞാനൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. അച്ഛൻ ഗോവിന്ദൻ നായര്, അമ്മ അവൻ ചോക്കുട്ടി. നീ മുടക്കൊണ്ടാക്കാൻ നിൽക്കരുത് കേട്ടോ. കണ്ടിട്ട് കുടുംബത്തിൽ പറഞ്ഞ ലക്ഷണമൊക്കെ ഉണ്ട്. ഇവിടെ അകത്തൊരാളിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. കുട്ടി വന്നോളൂ. ആ പിന്നെ ഇങ്ങനെ ഓരോ ചന്തയ്ക്കും കള്ളു കുടിച്ച് ഓരോ പ്രശ്നമാണ്. ഒന്നുകിൽ നീ കള്ളുകുടി നിർത്തണം, ഇല്ലെങ്കിൽ ചന്തയ്ക്ക് പോക്ക് നിർത്തണം. അയ്യോ എന്റെ പൊന്നു പെങ്ങളാണ് ഞാൻ. വേണ്ട 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 വേണ്ട, നീ സത്യം ചെയ്തേ എനിക്ക് എന്റെ തല ഇപ്പൊ പൊക്കാൻ വയ്യാണ്ടായി. മണിക്കുട്ടാ നീ ഇങ്ങനെ വന്നേ. നീ ചുമ്മാതിരി. നീ ഇവന്റെ തലേ കൈവച്ചേ. വേണ്ട 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 വേണ്ട. കൈ വെക്കാൻ കുടിക്കില്ല എന്ന് പറ. ഇനി മേലെ കുടിക്കില്ല. എന്തോന്ന്? കള്ള്. ഇനി ഇവനെങ്ങാനും കുടിച്ച നിന്റെ തലയിലായിരിക്കും ഇടുത്തി വീഴുക, ഓർത്തോ. കുട്ടി വന്നോളൂ. ചേട്ടാ എന്റെ തല. ദേവു, 3-4 തേങ്ങ ഇനിയും വേണം. വേഗം പൊതിച്ചോണ്ട് വാ. നീ എവിടെ ഇരിക്കടി? തന്നെ താൻ പൊതിക്കട്ടെ. എന്നെ വഴക്ക് പറയും. ഓ അത് ഞാൻ നോക്കിക്കോളാം. നീ ഇവിടെ ചുമ്മാ ഇരിക്കുന്നല്ലോ വഴക്ക് പറയാൻ.
നിന്നോട് പറഞ്ഞത് കേട്ടില്ലേ? ഇത് കഴിയട്ടെ. ചേച്ചേ, നാരായണേട്ടൻ പറഞ്ഞു പ്രഥമന്റെ പരിപ്പ് നല്ലോണം മൂപ്പിക്കണമെന്ന്. എങ്കിൽ അങ്ങേരോട് ഇങ്ങോട്ട് വന്ന് മൂപ്പിക്കാൻ പറ. മൂപ്പരോടെ ഭയങ്കര തിരക്കിലാ. എനിക്കറിയാം എത്രത്തോളം മൂപ്പിക്കണമെന്ന്. ആ പിന്നെ പാമ്പട പുളിശ്ശേരിയിൽ കടു വറുത്തിടണ്ട. പിന്നെ എന്നാ വറുത്തിടണ്ടേ? മൂപ്പര് പറഞ്ഞതാ. അങ്ങയുടെ ഉപദേശം ഹോട്ടലിലെ ജോലിക്കാരോട് പറഞ്ഞാൽ മതി എന്ന് പറ. അയ്യോ, ഇത് മീൻകറിക്കാണോ? അതെ. മിക്സിയിൽ അരച്ച തേങ്ങ മുരളിക്ക് ഇഷ്ടമല്ല. മിക്സിയിൽ അരച്ചെന്ന് ഇവിടെ ഇപ്പൊ ബോർഡ് വെക്കാൻ പോവാ. എങ്കിലും അതല്ലല്ലോ, അവൻ വലിയേട്ടന് പ്രത്യേകം എഴുതിയിട്ടുള്ളതാ. ഈ നാടൻ അമ്മി വെച്ച് അരച്ച തേങ്ങ കൊണ്ടുണ്ടാക്കിയ കറിക്ക് സ്വാദൊന്നു വേറെയാണെന്ന്. 7 കൊല്ലം കഴിഞ്ഞ് നാട്ടിലേക്ക് വരുന്ന കുട്ടിയുടെ ആഗ്രഹം നമ്മളായാലും ഇതിപ്പോ മിക്സിയിൽ ഇട്ട് പോയി. ചേച്ചി, where's my pencil box? Are you coming or not? It's getting late. ചേച്ചി, 1 second. മമ്മി, എന്താ മോളെ? പോവാട്ടോ. സ്കൂള് വിട്ടാ നേരെ ഇങ്ങോട്ട് പോന്നേക്കണം കേട്ടോ. മമ്മിയുടെ പെൻസിൽ ബോക്സ് കാണുന്നില്ല. ഈശ്വര, ഈ കുട്ടികൾ വരുന്നില്ലേ? പോവാം. എടാ നീ ഇന്ന് പോണ്ട. നിന്റെ ചെറിയച്ചൻ വന്നോണ്ടെ ബാബുമോൻ എന്തെന്ന് ചോദിച്ചാൽ ഞാൻ എന്തോ പറയും? ഒരു ദിവസത്തെ പഠിത്തം പൊക്കോട്ടെ. ഇന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടോ അമ്മി? ഓ, സ്പെഷ്യൽ ക്ലാസ് നാളെയും കാണുമല്ലോ. മുരളി പോകുമ്പോ നിനക്ക് 2 വയസ്സാ. ഓരോ കത്തിലും അവൻ എഴുതി ചോദിക്കും, ബാബുമോന്റെ കൈ വളർന്നോ കാല് വളർന്നോ എന്ന്. അവൻ വരുമ്പോ നിന്നെ കണ്ടില്ലെങ്കിലേ അവന്റെ മനസ്സ് വിഷമിക്കും. എന്റെ മക്കളൊന്നും പോണ്ട. എന്നാ പിന്നെ നിങ്ങളും പോകണ്ട. 24 മണിക്കൂറും അവൻ നിന്നെ മുതുകിലേറ്റി ആന കളിച്ചിരുന്നതൊക്കെ അങ്ങ് മറന്നുപോയോ? നീ ഉണ്ടായ പിന്നെ ഇവിടെ മറ്റുള്ളവർ പ്രസവിച്ചത്. നിന്നെ കണ്ടില്ലെങ്കിലേ അവൻ എന്നോട് ചോദിക്കും. കേറി വാടി. താനേ നാളെ വന്നാ മതി. മമ്മി എക്സാം എടുത്തു. എക്സാം എടുക്കട്ടെ, കേറി പോകാനല്ലേ പറഞ്ഞത്? വാ വാ വാ. നിങ്ങൾ ഇരിക്കേ. ശരി. ശാന്തേ, അവൻ വന്നിട്ടില്ലല്ലോ. ഉച്ചയ്ക്ക് മുമ്പ് എത്തുന്നല്ലേ കമ്പി? ഉച്ചയായോ? എന്ത് തോന്നുന്നു? ഉച്ചയായിട്ടില്ലാന്ന് തോന്നുന്നു. എന്നാ ആയിട്ടില്ല. നീ ഒരു കാര്യം ചെയ്യ്, എന്റെ അബ്കാരി പാർട്ട്നേഴ്സ് ഒന്ന് പുറത്തിരിക്കുന്നുണ്ട്. കടുപ്പത്തിൽ 3 കപ്പ് ചായ ഇട്. ഇവന്മാർക്ക് വരെ പണിയൊന്നുമില്ലേ? അബ്കാരിയും കിക്കാരി. ഒരു ജീപ്പുണ്ടെന്ന് വെച്ച് തലങ്ങും വിലങ്ങും കിടന്ന് ഓട്ടവ. ഇന്ന സമയമൊന്നുമില്ല. ചായ, ചോറ്. കുമാരേട്ടൻ വിളിച്ചിട്ടാ അവര് വരുന്നത്. സണ്ണി ലൂക്കോസും ജോണി പാറക്കാടനും കഞ്ഞി കുടിക്കാൻ വകയില്ലാത്ത വീട്ടിലൊന്നുമല്ല. പേരൊക്കെ ഗംഭീരവാ. പിന്നിപ്പോ എന്താ കുഴപ്പം? അവരെ ആപ്പോളൊന്നും അല്ല, റേഞ്ച് പിടിക്കുന്നവരാ. ഈ റേഞ്ച് എന്ന് വെച്ചാ സിംഹം കരടിയൊന്നും അല്ലല്ലോ. നമ്മുടെ സ്കോച്ചിന്റെ കാര്യം കുമാരേട്ടൻ മറക്കരുത്. നമസ്കാരം. ചേട്ടന് ഉത്സാഹത്തിലാ. 7 കൊല്ലം കഴിഞ്ഞിട്ടുള്ള വരവല്ലേ. എന്തിനാ അവന്മാരെ ഇപ്പം അങ്ങോട്ട് കെട്ടിയെടുത്തത്? അത് മുരളി വരുമ്പോ എന്റെ പാർട്ട്നേഴ്സിനെ അവനൊന്ന് കണ്ടോട്ടെന്ന് കരുതിയാ. അവൻ അയച്ചു തന്ന പണം കൊണ്ടാണല്ലോ ഞാൻ ഇവരുടെ കൂടെ പാർട്ണർഷിപ്പ് ചേർന്നത്. അവൻ അയച്ചു തന്ന കാശ് കൊണ്ട് തന്നെയാണല്ലോ ഞാൻ ഹോട്ടൽ തുടങ്ങിയതും. എന്ന് വെച്ച് അവിടെ ഊണഴിക്കാൻ വരുന്നവരൊക്കെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചോണ്ടിരേ. അവന്മാരുടെ മുറ്റത്തി എന്തിരുന്ന് പുകവലിക്കാൻ പറ. ആ ശീകരങ്ങൾ